ഹലോ ഓൾ നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ പ്രോസ്പെക്ടസ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് ഡിസ്കസിങ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇതിന്റെ ഡേറ്റ് ഏതാണെന്നുള്ള കാര്യങ്ങളാണ്. ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ നേരത്തെ തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അലോട്ട്മെന്റിന്റെ ഫ്ലോ ചാർട്ട്, അതായത് എത്ര റൗണ്ടുകൾ, ഓരോ റൗണ്ടും എങ്ങനെ, ഓരോ റൗണ്ടിലുള്ള നിയമാവലികൾ എങ്ങനെ വിശദമായിട്ട് നോക്കാം. ഇതിനകത്ത് ഫീസ് അടയ്ക്കേണ്ടത് എത്രത്തോളം ഫീസ് എങ്ങനെ അടയ്ക്കാം എന്നുള്ള കാര്യം, പിന്നെ കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മോറോവർ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയട്ടെ, ഈ പ്രോസ്പെക്ടസ് MCCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ നമ്മുടെ ബ്രൗസറിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീറ്റ് UGയുടെ മെഡിക്കൽ സാധനമുണ്ട്. MCCയുടെ വെബ്സൈറ്റിൽ പോയാൽ MCC.nic.in എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നീറ്റ് UG എന്നുള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഫോർ നീറ്റ് ഈ സർവീസസ് ആൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നുള്ള ഏറ്റവും ഫസ്റ്റിലത്തെ ഹെഡിങ്ങിന്റെ അവിടെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ പ്രോസ്പെക്ടസ് കാണാം എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരും എന്താ പറയാ, നാഷണൽ ലെവലിലൊക്കെ ഒരു മെഡിക്കൽ സീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പ്രോസ്പെക്ടസ് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് ഒരിക്കലും ഇത്തവണ നമ്മൾ വിചാരിക്കുന്നത് ഒരു 655 656 ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു ചെറിയ പോസിബിലിറ്റി എങ്കിലും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സോ അപ്പോൾ ഇത്രയും വലിയ പ്രോസ്പെക്ടസ് വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, യു ഹാവ് ടു റീഡ് ദിസ് തിങ് എന്നുള്ളതാ. എന്റെ ഒരു കർത്തവ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ കാണിച്ചു തരാ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കർത്തവ്യമായിട്ട് കാണുന്നുണ്ടാവുക. അപ്പോൾ ബേസിക്കലി ഐ ഹോപ്പ് എവ്രിബഡി വിൽ റീഡ് ദിസ് തിങ്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ടോപ്പിക്കാണ് നമ്മുടെ ഡേറ്റുകൾ എന്ന് പറയുന്ന സാധനം. ഡേറ്റുകൾ ഈ അലോട്ട്മെന്റ് ഷെഡ്യൂൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് ആദ്യം വന്നിട്ടുണ്ട്. ഞാൻ അല്പം മുന്നേ തൊട്ട് മുന്നേ ഈ ചാനലിൽ റിലീസ് ചെയ്ത വീഡിയോ ഉണ്ട്, കേരള ഷെഡ്യൂൾ വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ഷെഡ്യൂൾ വരാതെ ആരും അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ 14-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, 14-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, വിവരങ്ങൾ, സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ അലോട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ആൻഡ് നമ്മുടെ ചോയ്സ് ഫില്ലിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഏതൊക്കെ കോളേജുകൾ കിട്ടിയാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16-ാം തീയതി മുതലാണ്. മറ്റന്നാൾ 2 ദിവസം കൂടി ഉണ്ട്. അതുകൊണ്ട് 20-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. ഈ 20th എന്ന് പറയുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് ഈ ഈ മാസത്തിൽ, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അലോട്ട്മെന്റിന്റെ ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസാനത്തെ സമയം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ, കേരള റാങ്ക് കിട്ടി, അത് വെച്ചിട്ട് നമ്മുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അലോട്ട്മെന്റിന് ഒരു പ്ലാൻ വേണം. കൃത്യമായ ഒരു പ്ലാനോട് കൂടി മാത്രമേ അലോട്ട്മെന്റിനെ സമീപിക്കാവുള്ളൂ. ആ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 20 വരെ സമയമുണ്ട്. തിടുക്കപ്പെട്ടിട്ട് ഓടിപ്പിടിച്ചിട്ടൊന്നും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. പിന്നെ അവർ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് 23-ാം തീയതി റിസൾട്ട് കിട്ടും. 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ഏകദേശം 6 ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സമയമായിട്ട് അവർ തരുന്നുണ്ട്. പിന്നെ 30-ാം തീയതി ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ മൊത്തം വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ഫസ്റ്റ് റൗണ്ടിൽ തീരുന്നുണ്ടാവുക. സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്, തീരുന്നത് സെപ്റ്റംബർ 21-ാം തീയതിയാണ് അടുത്ത റൗണ്ട് തീരുന്നുണ്ടാവുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതത് സമയങ്ങളിൽ പറയാമെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് റൗണ്ടിനെ പറ്റിയിട്ട്, സെക്കൻഡ് റൗണ്ടിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഡേറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും 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 പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഓഗസ്റ്റ് 20-ാം തീയതി, ഓഗസ്റ്റ് 20-ാം തീയതിക്കുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഓഗസ്റ്റ് 20-ാം തീയതി രാത്രിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അലോട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് അതിന്റെ ഫീസ് പേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 20-ാം തീയതി. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ബാക്കി അതിന്റെ മുറയ്ക്ക് തന്നെ അടുത്ത രണ്ടാമത്തെ അലോട്ട്മെന്റ് തുടങ്ങുന്നത് അടുത്ത മാസം സെപ്റ്റംബർ 4-ാം തീയതിയാണ് തുടങ്ങുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ അലോട്ട്മെന്റിന്റെ ഫ്ലോ ചാർട്ട്, എത്ര എത്ര ഘട്ടങ്ങളാണ് അലോട്ട്മെന്റ്, എങ്ങനെയാണ് അലോട്ട്മെന്റ് നടക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അലോട്ട്മെന്റുകൾ നടക്കുന്നത് 4 റൗണ്ട് ആയിട്ടാണ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4 എന്നുള്ള 4 റൗണ്ട് ആയിട്ടാണ് നടക്കുക. ഈ റൗണ്ട് 4നെ തന്നെയാണ് നമ്മൾ വിളിക്കുക സ്ട്രേ വേക്കൻസി എന്ന് വിളിക്കുക. റൗണ്ട് 4 കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വേക്കൻസി അല്ല സ്ട്രേ വേക്കൻസി. ഈ റൗണ്ട് 4നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രേ വേക്കൻസി എന്ന് വിളിക്കുന്നുണ്ടാവുക. പണ്ട് വിളിച്ചിരുന്ന ഒരു പേരുണ്ട് ഈ റൗണ്ട് 3നെ. പണ്ട് വിളിച്ചിരുന്ന പേരാണ്, ഇപ്പോൾ വാലിഡ് അല്ല. മോപ്പ് അപ്പ് റൗണ്ട് എന്നാണ് റൗണ്ട് 3നെ വിളിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ റൗണ്ട് 1, 2, 3, 4 കഴിഞ്ഞതിന് ശേഷം ഒരു പോപ്പപ്പ് റൗണ്ടും സ്ട്രേ വേക്കൻസി വരികയല്ല ചെയ്യുക. റൗണ്ട് 1, 2, 3, 4 ഉള്ളൂ. നാലാമത്തെ റൗണ്ടോട് കൂടിയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ MCC ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ റൗണ്ട് 3നെയാണ് മോപ്പപ്പ് എന്ന് പണ്ട് വിളിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. ഇത് ഇത്തവണത്തെ പ്രോസ്പെക്ടസിനകത്ത് അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഫോർമർലി കോൾഡ് ആസ് മോപ്പപ്പ് റൗണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ മോപ്പപ്പ് എന്ന് വിളിക്കാറില്ല. 1, 2, 3 കഴിഞ്ഞാൽ സ്ട്രേ വേക്കൻസി എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഓർമ്മ വേണം. ഇനി എങ്ങനെയാണ് ഈ ഓരോ റൗണ്ടിലും നമ്മുടെ സീറ്റുകൾ കിട്ടുക, കാര്യങ്ങൾ കിട്ടുക എന്നുള്ള കാര്യം നമ്മുടെ പ്രോസ്പെക്ടസിന്റെ 8ാമത്തെ പേജിൽ വളരെ വിശദമായിട്ട് നിങ്ങൾ നോക്കുക. വളരെ 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 ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ അലോട്ട്മെന്റ് ഫ്ലോ ചാർട്ട് പേജ് നമ്പർ 8 വളരെ വളരെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഇതിപ്പോൾ ചെറുതാക്കി കാണിച്ചു തന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട്. എങ്ങനെയാണ് ഓരോ സാധനങ്ങളും നടക്കുക, ഓരോ റൗണ്ട് നടക്കുക എന്നുള്ളത്. ഇപ്പോൾ പേജ് നമ്പർ 8ലും പേജ് നമ്പർ 9ലുമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ അത്യാവശ്യം വൃത്തിക്ക് തന്നിട്ടുണ്ട്. സാധാരണ ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ പ്രോസ്പെക്ടസ് ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ലാത്ത രൂപത്തിലായിരുന്നു. ഇത്തവണ അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലാണ് കുഡൂസ് ടു നമ്മുടെ MCC ടീം. അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുക എന്നുള്ളൊരു കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൗണ്ട് 1 ആണ്. റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ് ഫോർ നമ്മുടെ സബ്മിഷൻ ഓഫ് ചോയ്സസ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് തുടങ്ങുന്നത് 14-ാം തീയതി. അതായത് ഞാൻ ഇന്നിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 14-ാം തീയതിയാണ്. ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന രജിസ്ട്രേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫീസ് പറയുന്നത് കൊണ്ട് ഐ തിങ്ക് ലൈക്ക് നമുക്ക് ഫീസിലേക്ക് ആദ്യം പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളത് തോന്നുന്നത്. ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് പേജ് നമ്പർ 51, പേജ് നമ്പർ 51 ഇത് വളരെ വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ പ്രോസ്പെക്ടസിന്റെ. ഞാൻ വേണമെങ്കിൽ ആ ഒരു പേജിലേക്ക് നമുക്കൊന്ന് പോവാം. 51 എന്നുള്ള പേജിലേക്ക്. 51 എന്നുള്ള പേജിൽ നോക്കി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എത്രയാണ് ഫീസ് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ അലോട്ട്മെന്റിന് വേണ്ടി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി യൂട്യൂബേഴ്സ്. ഒരു യൂട്യൂബറിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനം മുഴുവനായിട്ട് നോക്കണം. ഇപ്പോൾ പേരൻസ് പറയും സാറേ ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. പേരന്റ് എന്നുള്ള രൂപത്തിൽ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടി MBBS ഡോക്ടർ ആവാൻ വേണ്ടി പോകുന്ന ആളാണ്. ആ കുട്ടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇത് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾ പേരൻസിന് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുള്ളത് നിങ്ങളുടെ കുട്ടിക്കാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തോ ധൈര്യമായിട്ട്, ഞാൻ പറഞ്ഞുതരാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ, പക്ഷെ ഒന്നും അറിയില്ലാതെ ഇത് മൊത്തം പറഞ്ഞു തരിക എന്ന് പറയുന്നത് അത്ര നല്ലതാവില്ല എന്നുള്ളതാണ് പറയാ. അപ്പോൾ ഇത് പേജ് നമ്പർ 51 ആണ് ഇവിടെ കാണുന്നത്. സോ വാട്ട് ഈസ് ദ ഫീസ് ടു ബി പെയ്ഡ് ഫോർ രജിസ്ട്രേഷൻ? വളരെ കൃത്യമായിട്ട് അവരവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നുള്ള രൂപത്തിൽ അവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഫീസ് പെയ്ഡ് ടു ദ രജിസ്ട്രേഷൻ? എത്രയാണുള്ളത് എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ നമുക്ക് ആകെ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ഫീസാണ് നമ്മൾ അടയ്ക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസിനുള്ളത് സെപ്പറേറ്റ് പറയുന്നുണ്ട്. മറ്റേ സാധനം നമുക്ക് ഡീംഡ് പിന്നെ പറയാം അല്ലെ. കൂടുതൽ ആൾക്കാരും ഡീംഡിനല്ലല്ലോ നോക്കുന്നത്, കൂടുതൽ ആൾക്കാർ മറ്റേതിനല്ല നോക്കുക. അപ്പോൾ അതിന് നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യം അടയ്ക്കേണ്ട ഒരു ഫീസ് രജിസ്ട്രേഷൻ ഫീസാണ് ആദ്യം നോക്കുക. ഒരു ഫീസ് എത്ര നോക്കുക, രജിസ്ട്രേഷൻ ഫീസാണ്. രണ്ടാമത്തെ ഫീസിന്റെ പേര് സെക്യൂരിറ്റി എമൗണ്ട് എന്ന 2 ഫീസ് നമുക്ക് അടയ്ക്കാനുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് ഒരു സാധാരണ ജനറൽ കാറ്റഗറി കുട്ടിക്കോ ഒരു EWS കുട്ടിക്കോ, ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ്, UR എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയാണ് ഉദ്ദേശിക്കുക. EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ്. അൺറിസർവ്ഡ് ആയിട്ടുള്ള കുട്ടിക്കോ EWS ആയിട്ടുള്ള ഒരു കുട്ടിക്കോ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ അടയ്ക്കണം. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 10,000 രൂപ അടയ്ക്കണം. ഓക്കെ ആണല്ലോ അല്ലെ. ഈ 2 കാറ്റഗറികൾ അൺറിസർവ്ഡിന്, ജനറലിനും EWSനും 1000ഉം 10,000ഉം അടയ്ക്കണം. അപ്പൊ ടോട്ടൽ അടയ്ക്കേണ്ട, അതായത് സാധാരണഗതിയിൽ അടയ്ക്കേണ്ട ഒരു കുട്ടിക്ക് അടയ്ക്കേണ്ട പൈസ 1000 + 10,000 11,000 രൂപ, 11,000 റുപ്പീസ് ആ കുട്ടി ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളൊരു ജനറൽ കാറ്റഗറി കുട്ടിയാണെങ്കിൽ നിങ്ങൾ 11,000 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ 1000 രൂപ നമുക്ക് തിരിച്ചു കിട്ടില്ല. അവർ അലോട്ട്മെന്റ് ഫീസായിട്ട് എടുക്കുന്ന സാധനമാണ്. ഇനി അഥവാ അലോട്ട്മെന്റിന്റെ ഒടുവിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10,000 റുപ്പീസ് അവർ തിരിച്ചു തരും. നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫീസ് അടച്ചത് ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ടാവും, അവർ 10,000 റുപ്പീസ് തിരിച്ചിട്ട് തരുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഫീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫീ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മാത്രം പേയ്മെന്റ് എടുത്ത്, ഇപ്പോൾ അക്ഷയയിലെ ചേട്ടന്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് അക്ഷയയിലെ ചേട്ടനാണ് അതിന്റെ ഫീ പേ ചെയ്തതെങ്കിൽ പൈസ റിട്ടേൺ വരുമ്പോൾ അക്ഷയയുടെ ചേട്ടന്റെ അക്കൗണ്ടിലേക്കാണ് വരിക. അത് നമുക്ക് അവരുടെ തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഫീ പേയ്മെന്റ് നടത്തുന്നത് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, ചേട്ടൻ, ചേച്ചി, അമ്മാവൻ, അമ്മായി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് കോൺടാക്ട് ഉള്ള ഒരാൾ, കാരണം ഫീസ് റിട്ടേൺ വന്നാൽ ഈ 10,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ജനറലിന്റെയും EWSന്റെയും സാധനങ്ങളാണെങ്കിൽ, ബാക്കി SC ST ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. SC ST കുട്ടിക്കാണെങ്കിൽ വരുന്ന സാധനം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വരുന്നത്, അപ്പോൾ SC ST
വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്? OBC, PWD. നോക്കണേ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെ ആൾക്കാർക്കാ പറഞ്ഞു തരാം? SC, ST, OBC, PWD അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി വരുന്നത് അവരുടെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 500 രൂപയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വരുന്നത് 5000 രൂപയാണ് വരിക. അവർക്ക് ടോട്ടലി വേണ്ടി വരുന്നത് 500 + 5000 5500 രൂപയാണ് അവർക്ക് ടോട്ടലി വേണ്ടി വരിക. അപ്പോൾ ഫീസ് നമ്മൾക്ക് എത്ര ഫീസ് വരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞുതരാം. ഇത്ര ഫീസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നത്തേക്കാ ഫീസ് ഈ പൈസ അറേഞ്ച് ചെയ്യേണ്ടത്? പല പേരൻസിനും പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. ഓഗസ്റ്റ് 20-ന് മുന്നേ. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 20 വരെ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ പറയാം കേരള റാങ്ക് വന്നു കഴിഞ്ഞിട്ടേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമുക്ക്. കേരള റാങ്ക് വന്നതിന് ശേഷം ഒരു ഓഗസ്റ്റ് 19 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര അറേഞ്ച് ചെയ്യണം. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ EWS കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട പൈസ 11,000 രൂപയാണ്. 11,000 റുപ്പീസ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇനി നിങ്ങൾ മറ്റ് കാറ്റഗറികൾ SC, ST, OBC അല്ലെങ്കിൽ PWD എന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ 5500 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്ന് ഈ 11,000 അടയ്ക്കുന്ന കുട്ടികളിൽ നിന്ന് എത്ര രൂപ റീഫണ്ട് കിട്ടും? സീറ്റ് കിട്ടിയില്ലെങ്കിൽ 10,000 രൂപ റീഫണ്ട് കിട്ടും. 5500 അടയ്ക്കുന്ന കുട്ടികളിൽ നിന്ന് 5000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് റീഫണ്ട് കിട്ടും, സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ ഫസ്റ്റ് ഇയർ ഫീസിന്റെ കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്യുക. ഇതും പോകുന്ന ഫീസ് എന്നല്ല കേട്ടോ. 10,000 രൂപ എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റ് ഇയർ ഫീസ് ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അടയ്ക്കാനുള്ള ഫീസ്, ആ ഫീസിലേക്ക് നമുക്ക് കുറച്ച് തരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ റൗണ്ട് 1ലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ രജിസ്ട്രേഷനിൽ ഇത്ര ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈസ അറേഞ്ച് ചെയ്യണം. എന്നത്തേക്കാ ലാസ്റ്റ് പൈസ അറേഞ്ച് ചെയ്യുന്ന ദിവസം? ഓഗസ്റ്റ് 19 20 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിൽ, എല്ലാ പേരൻസിന്റെ കയ്യിലും ഈ പറയുന്ന എമൗണ്ട് ഓഫ് മണി അവിടെ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 14 തുടങ്ങിയിട്ടുണ്ട്, 20 വരെയാണ് ഇതിനുള്ള സമയം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പോസിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുക. പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് ഇതിന് മുന്നേ ഈ ചാനലിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കേരള റാങ്ക് 1 to 200 ആണെങ്കിൽ നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്തെല്ലാമാണ്? 200 to ഒരു 850 ആണെങ്കിൽ നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്തെല്ലാമാണ്? 850 to 1300 വരെ ആണെങ്കിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ്? ഇനി 1300 to 1800 ആണെങ്കിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ്? 1800+ ആണെങ്കിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോസ് അനുസരിച്ചിട്ട് നമ്മുടെ പോസിബിലിറ്റീസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യുന്ന ചോയ്സുകൾ നോക്കുക. വെറുതെ പോയിട്ട് റാൻഡം ആയിട്ട് കാളം പൂളം നമ്മൾ ഓപ്ഷൻ കൊടുക്കരുത്. അത് ഫ്യൂച്ചറിൽ നമുക്ക് പണി തരും. കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് പോണോ പോകണ്ടോ എന്നൊക്കെ നമ്മൾ അപ്പോൾ കൺഫ്യൂഷൻ അടിക്കും. അങ്ങനെ കൺഫ്യൂഷൻ അടിക്കാനേ വരണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ ഫില്ലിങ്ങിൽ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഡോപ്പയുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തോളൂ, ഞാൻ തരാം. നമുക്ക് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. ലെറ്റ് സീ ദാറ്റ് തിങ്. നമുക്കത് ഒരു ക്ലിനിക്കായിട്ട്, ഓപ്ഷൻ ഫില്ലിംഗ് ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ചെറിയൊരു രജിസ്ട്രേഷൻ വെച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ സ്കോറും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് നേരിട്ട് 1 to 1 ഇരുന്നിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സാധ്യതകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മളുടെ കേരള റാങ്ക് നോക്കി കൃത്യമായി മനസ്സിലാക്കണേ. കേരള റാങ്ക് എത്ര എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കി നമ്മുടെ പോസിബിലിറ്റീസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചോയ്സുകൾ കൊടുത്തു. ഏതെല്ലാം ചോയ്സുകളാണ് കൊടുത്തു എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് നടക്കും. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്നത് 23 23 ഓഗസ്റ്റിൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരും. ആ അലോട്ട്മെന്റ് വരുമ്പോൾ 2 പോസിബിലിറ്റി ആണ്. ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയില്ല, അലോട്ട്മെന്റ് കിട്ടിയില്ല. രണ്ടാമത്തെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടി. ഇനി നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിയും പേടിക്കാനില്ല. ഇതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൗണ്ട് 2 അലോട്ട്മെന്റിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യാം. ഫീസ് വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഫീസ് അടച്ചാൽ മതി. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫീസ് അടച്ചതാണ്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ല? സീറ്റ് കിട്ടിയില്ല. വീണ്ടും രണ്ടാമത്തെ റൗണ്ട് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കണേ. ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ യെസ് എന്നാണ് വരുന്നതെങ്കിൽ ഈ സാധനം നിങ്ങളുടെ എവിടെ കിട്ടും? MCCയുടെ വെബ്സൈറ്റിൽ പോയ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സാധനം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റും. സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം.
അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം. 2 ഓപ്ഷനുണ്ട്. ജോയിൻ ചെയ്തില്ല എന്ന് ഓർത്തിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിനെ നമ്മൾ വിളിക്കുക ഫ്രീ എക്സിറ്റ് എന്നാണ്. കാരണം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരു കോളേജ് കിട്ടി, നിങ്ങൾക്ക് ആ കോളേജിൽ പോകാൻ തോന്നിയില്ല, നിങ്ങൾ അങ്ങോട്ട് പോയേയില്ല. ഫ്രീ എക്സിറ്റ് ആണ്. നിങ്ങൾക്ക് റൗണ്ട് 2ൽ പോയിട്ട് സിമ്പിളായിട്ട് റൗണ്ട് 2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് റിപ്പീറ്റ് അവിടെ നമ്മൾ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് അടുത്ത ഒന്നെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് പഠിക്കാൻ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ കുട്ടി, കേരളത്തിൽ 1 റാങ്ക് വരുന്ന ആ കുട്ടി ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് എയിംസ് ഡൽഹിയാണ്. ആ കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടി. അവിടെ പോയി ആ കുട്ടിക്ക് എയിംസ് ഡൽഹി തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചിലപ്പോൾ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് കിട്ടിയത് ജിപ്മർ ആണ്. അപ്പൊ ആ കുട്ടിക്ക് എയിംസ് ഡൽഹിയിലേക്ക് അപ്ഗ്രഡേഷൻ കിട്ടണം. അപ്ഗ്രഡേഷൻ കൊടുത്തിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മുടെ പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പോൾ അലോട്ട്മെന്റിന്റെ റൗണ്ട് 1ന്റെ പോസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റൗണ്ട് 1 തീരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. റൗണ്ട് 1ൽ നമ്മൾ ഓപ്ഷൻ വെച്ച് റൗണ്ട് 1 കഴിഞ്ഞ് കഴിയുമ്പോൾ റൗണ്ട് 1ൽ നമുക്ക് 2 പോസിബിലിറ്റി ആണ്. സീറ്റ് കിട്ടിയില്ല, നോ സീറ്റ്, സീറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. സീറ്റ് ഇല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഏതാ നെക്സ്റ്റ് റൗണ്ട്? റൗണ്ട് 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് 2ലേക്ക് നിങ്ങൾക്ക് പോവാം. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു, യു ഹാവ് എ സീറ്റ്, നിങ്ങൾക്ക് സീറ്റ് കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോവാതിരിക്കാം, നോ ഗോ അല്ലെങ്കിൽ നോ റിപ്പോർട്ടിങ്, നിങ്ങൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ആ സീറ്റിലേക്ക് പോകുന്നില്ല, ഒന്നും സംഭവിക്കാനില്ല, ഒരു കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഓൾ ഓക്കെ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം സംഭവിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൗണ്ട് 2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ വേണ്ടി പറ്റും? യു ക്യാൻ ഗോ ഫോർ റൗണ്ട് 2ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രശ്നമില്ല. ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പെർമനന്റ്ലി ആ കിട്ടിയ കോളേജിലേക്ക് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. അതായത് ഇനി അടുത്ത അപ്ഗ്രഡേഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നിൽക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ യു ക്യാൻ ചൂസ് ഫോർ അപ്ഗ്രഡേഷൻ. അതായത് അടുത്ത അലോട്ട്മെന്റ് ഞാൻ നോക്കുന്നുണ്ട്, അപ്ഗ്രേഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് റൗണ്ട് 1ന്റെ കഥ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. റൗണ്ട് 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യം. ഇനി ഈ റൗണ്ട് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ there will be the second round starting, that is called what? All India round 2. റൗണ്ട് 1 കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റൗണ്ട് 2. അപ്പൊ റൗണ്ട് 2ൽ ആർക്കൊക്കെ പങ്കെടുക്കാം? റൗണ്ട് 2ൽ ഈ ഒന്നാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് പങ്കെടുക്കാം. ഇനി ഈ ഒന്നാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പങ്കെടുക്കാം. ഇനി അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അപ്ഗ്രേഡിംഗ് കൊടുത്ത ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പൊ സീറ്റ് കിട്ടാത്തവർക്ക്, സീറ്റ് കിട്ടിയിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത, നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാത്ത ആളുകൾക്ക്, അപ്ഗ്രേഡിംഗ് കൊടുത്ത ആളുകൾക്ക്, ഇത്ര ആളുകൾക്ക് റൗണ്ട് 2ൽ പങ്കെടുക്കാം. അതുകൂടാതെ ന്യൂ രജിസ്ട്രേഷൻസും പറ്റും. ന്യൂ രജിസ്ട്രേഷൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ അപ്ഗ്രേഡ്, ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ കുറെ ആളുകളുണ്ടെന്ന് വിചാരിച്ചു, നമ്മുടെ ചില കൂട്ടുകാർ എന്ത് ചെയ്തിട്ടില്ല, ഈ റൗണ്ട് 1ന് അപ്ലൈ ചെയ്തില്ല, കുഴപ്പമില്ല. അവർക്ക് കേരള റൗണ്ട് 1 കഴിഞ്ഞിട്ട് പോസിബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ റൗണ്ട് 2ന് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ റൗണ്ട് 2ൽ ഈ പറയുന്ന ആളുകൾക്ക് പുതിയ രജിസ്ട്രേഷനുള്ള ആൾക്കാരെ കൊടുക്കാം. റൗണ്ട് 2ന്റെ പ്രത്യേകത, വീണ്ടും നമ്മൾ ചോയ്സ് കൊടുക്കണം. നമ്മളുടെ ചോയ്സുകൾ, ഏതെല്ലാം മെഡിക്കൽ കോളേജാണ് വേണ്ടതെന്നുള്ള ചോയ്സുകൾ നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് റൗണ്ട് 2ന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ, റൗണ്ട് 2ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസിന് നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റും. നിങ്ങളിത് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫ്രഷ് രജിസ്ട്രേഷൻസിന് പറ്റും. ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം. ബാക്കി റൗണ്ട് 1ൽ കൊടുത്ത ചോയ്സുകൾ വാലിഡ് ആവില്ല. റൗണ്ട് 1ലുള്ള ചോയ്സുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഇനി ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. അതായത് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടിയില്ല, സീറ്റ് കിട്ടി, അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടീനെ വീണ്ടും റൗണ്ട് 3ലേക്ക് പോകാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫീസോ വേറെ കാര്യങ്ങളോ ഒന്നും ആ കുട്ടി അടയ്ക്കേണ്ടില്ല. സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം അടച്ച 11,000 രൂപ അല്ലെങ്കിൽ 5,500 രൂപ വെച്ചിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി സീറ്റ് കിട്ടിയാൽ, അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. സീറ്റ് കിട്ടിയാൽ 2 ഓപ്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? സീറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റൗണ്ട് 2ൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം പറഞ്ഞില്ല, റിപ്പോർട്ട് ചെയ്യാതിരിക്കാം, നോട്ട് റിപ്പോർട്ടഡ്. കുട്ടി എന്ത് ചെയ്യുന്നില്ല? റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, നോട്ട് റിപ്പോർട്ടഡ്. പോയി ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ആ കുട്ടിക്ക് റൗണ്ട് 3ൽ പോകാൻ വേണ്ടി പറ്റും. പക്ഷെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് പോകും. നമ്മളൊരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടാവില്ലേ? ആ സെക്യൂരിറ്റി എമൗണ്ട് നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് ഈ എക്സിറ്റ് ഫ്രീ അല്ല. ഒരു 10,000 രൂപ പോയിട്ട് അല്ലെങ്കിൽ 5,000 രൂപ പോയിട്ടുള്ള സാധനമാണ്. സീറ്റ് കിട്ടിയിട്ട് നമ്മൾ പോയി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലത്തെ കാര്യമാണ് അവിടെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നോട്ട് റിപ്പോർട്ടഡ് എന്നാണെങ്കിൽ 10,000 രൂപ പോയി. പക്ഷെ അടുത്ത റൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുട്ടിക്ക് പോകാൻ വേണ്ടി പറ്റും. വീണ്ടും ഒരു 10,000 രൂപ കൂടി അടയ്ക്കണം. വീണ്ടും ഒരു 10,000 രൂപ കൂടി അടച്ചാലേ പറ്റുള്ളൂ
പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ലോസ് വരുന്നതാണ്. സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ട് നമ്മൾ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ലോസ് വരും. അത് നിർബന്ധമായിട്ട് നമ്മൾ അത് എടുക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ടാവും കിട്ടുന്നില്ലെങ്കിൽ. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടി കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടല്ലോ, നമ്മളവിടെ പോയി ഒരു സീറ്റ് കിട്ടി. ആ സീറ്റ് കിട്ടിയ സ്ഥലത്ത് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഒന്നും താല്പര്യമില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടഡ് ടു അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ സീറ്റിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം കേട്ടോ, വെറുതെ 2 ഓപ്ഷൻസ് എടുക്കാം. ഒരു കുട്ടിക്ക് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൂത്തുക്കുടിയെ കിട്ടിയെന്ന് വിചാരിക്കും, തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ട്യൂട്ടിക്കോറിൻ കിട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ. ഓക്കെ, ജസ്റ്റ് വിചാരിക്കണേ, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇത് ഈ കുട്ടിയുടെ ഒരു 15ാമത്തെ ഓപ്ഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുക, 15ാമത്തെ ഓപ്ഷൻ. അപ്പൊ അതിന്റെ മേളിലേക്ക് 14 ഓപ്ഷൻസ് കുട്ടിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ എയ്തർ കുട്ടിക്ക് തൂത്തുക്കുടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം, അത് ഒരു ഓപ്ഷനാണ്. ഒന്നെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെയാണ്, ഫൈൻ ആണ്. ഇനി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീസ് പോയി എന്നുള്ളതാണ്. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ തേർഡ് അലോട്ട്മെന്റിൽ അപ്ഗ്രഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ തൂത്തുക്കുടി ഈ മെഡിക്കൽ കോളേജ് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകാനോ അത് രാജിവെച്ചിട്ട് ഓൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്ത ആളാണ്, പിന്നെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഒരു കൈൻഡ് ഓഫ് ലോക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം. ഇതൊരു കൈൻഡ് ഓഫ് ലോക്കാണ്. നിങ്ങൾക്ക് രാജിവെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അപ്ഗ്രഡേഷൻ കിട്ടുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ പോകണം. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് കേരള റൗണ്ട് 3ലേക്ക് വരാൻ നേരത്ത് ഒരു റിസ്ക് ഉണ്ട് ആക്ച്വലി. കാരണം വെച്ചാൽ ഓൾ ഇന്ത്യ റൗണ്ട് 2 നമുക്ക് കിട്ടിയ സീറ്റ് അവിടെ തന്നെ നിൽക്കുവാണ്. ഈ സീറ്റ് ഒഴിവാക്കിയിട്ട് കേരള റൗണ്ട് 3ലേക്ക് വരാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കേരള റൗണ്ട് 3 നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കേരള റൗണ്ട് 2 ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ സീറ്റ് രാജിവെച്ചിട്ട് മാത്രമേ നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് റൗണ്ട് 2ന്റെ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. റൗണ്ട് 2 അലോട്ട്മെന്റിൽ നടക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് കേൾക്കണം. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. റൗണ്ട് 2 നോ സീറ്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൗണ്ട് 2 സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൗണ്ട് 3ലേക്ക് പോകാൻ വേണ്ടി പറ്റും. റൗണ്ട് 3ലേക്ക് അയാൾ പരിഗണിക്കപ്പെടും. അത്രേ ഉള്ളൂ. റൗണ്ട് 2 നോ സീറ്റ് എന്നാണെങ്കിൽ. ഇന്ന് റൗണ്ട് 2 സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അപ്പം തന്നെ റിസൈൻ ചെയ്യാം. ആ സീറ്റ് എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാതിരുന്നാൽ മതി? നോ റിപ്പോർട്ടിങ്. അങ്ങോട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവിടെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി, നോ റിപ്പോർട്ടിങ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വി വിൽ ലോസ്. എത്ര ലോസ് ആവും? ലോസ് നമ്മുടെ 5000 സെക്യൂരിറ്റി എമൗണ്ട് അല്ലെങ്കിൽ 10000. നമ്മൾ എത്രയാണോ സെക്യൂരിറ്റി എമൗണ്ട് അടച്ചത് ആ പൈസ ലോസ് ആവും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വി ക്യാൻ ഗോ ആൻഡ് പാർട്ടിസിപ്പേറ്റ് റൗണ്ട് 3. ഇഫ് വേണമെങ്കിൽ റൗണ്ട് 3 പോകാൻ വേണ്ടി പറ്റും. റൗണ്ട് 3 പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 5000 അല്ലെങ്കിൽ 10000 അടയ്ക്കണം. ഫൈൻ, ക്ലിയർ ആണല്ലോ അല്ലെ? കൺഫ്യൂഷനിലല്ലോ. റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി റൗണ്ട് 2 നമ്മൾ സീറ്റ് കിട്ടിയത് പോയി അഡ്മിഷൻ എടുത്തു. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ അഡ്മിഷൻ ഡൺ എന്നാണ് വിചാരിക്കുക. റൗണ്ട് 2 കിട്ടിയ സീറ്റ് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ റൗണ്ട് 3 എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വി ക്യാൻ ട്രൈ ഫോർ അപ്ഗ്രഡേഷൻ. അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടി പറ്റും. അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നോ റിസൈനിങ്. നമ്മൾ ആ സീറ്റ് ഒഴിവാക്കി തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ? സാധനം എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1 അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് വരുന്നുണ്ടാവുക? കേരള റൗണ്ട് 1 അലോട്ട്മെന്റ് നടക്കുക. നിങ്ങൾ ആലോചിക്കണേ, കേരള റൗണ്ട് 1 അലോട്ട്മെന്റ് നടക്കുന്നത് ഇവിടെയാണ് നടക്കുക. ഈ കേരള റൗണ്ട് 1 അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 അലോട്ട്മെന്റ് നടക്കുക. ആണല്ലോ അല്ലെ? ഇനി ഈ റൗണ്ട് 2 അലോട്ട്മെന്റിൽ ഒരു കുട്ടി പോയിട്ട് ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു. ജസ്റ്റ് ഇമാജിൻ, ലൈക്ക് ഒരു കുട്ടി എന്ത് ചെയ്തു? അഡ്മിഷൻ ഡൺ. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അടുത്ത വരുന്ന കേരള റൗണ്ട് 2 പങ്കെടുക്കാൻ പറ്റില്ല. കേരള റൗണ്ട് 2 പോവില്ല. ഈ കുട്ടി ഇവിടെ ബ്ലോക്ക് ആവും. ഈ കുട്ടി കേരള റൗണ്ട് 2 പോവില്ല. കാരണം കുട്ടി പഠിക്കാനുള്ളത് എയ്തർ ഇവിടെ അഡ്മിഷൻ എടുത്ത ഇതേ കോളേജിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 3 കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുട്ടി ക്യാൻ ട്രൈ ഫോർ അപ്ഗ്രഡേഷൻ.
അപ്ഗ്രഡേഷൻ കിട്ടിയാൽ അപ്ഗ്രേഡ് ചെയ്ത കോളേജിൽ പഠിക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഈ റൗണ്ട് 2 പഠിച്ച ഈ കോളേജിൽ പഠിക്കേണ്ടി വരും. അതായത് ഇതോടുകൂടി കുട്ടിയുടെ കേരളത്തിലുള്ള പോസിബിലിറ്റീസ് തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഈ ഓൾ ഇന്ത്യ റൗണ്ട് 2 പ്രത്യേകത എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം, ഞാൻ പറഞ്ഞു ഓടി പിടിച്ചിട്ട് പോയിട്ട് അത് കൊടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു, വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഈ ഭാഗത്ത് നമ്മൾ സീറ്റ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാൻ, പറഞ്ഞുതരാം. ഡയറക്റ്റ് 1-to-1 ഇരുന്നിട്ട് ഓരോരുത്തർക്കും പോസിബിലിറ്റീസ് പറഞ്ഞുതരാം എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. സോ ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിസ് ഈസ് അബൌട്ട് ഓൾ ഇന്ത്യ റൗണ്ട് 2. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി റൗണ്ട് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരാനുണ്ട്? ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 വരാനുണ്ട്. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 3. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 3ൽ ആർക്കൊക്കെ പങ്കെടുക്കാം? ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 3ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർ, ഒന്ന് ഈ റൗണ്ട് 1ലും റൗണ്ട് 2ലും പങ്കെടുക്കാതിരുന്ന ആൾക്കാർക്ക് ന്യൂ രജിസ്ട്രേഷൻ ആയിട്ട് വെക്കാം. പുതിയ ആൾക്കാർക്ക് ന്യൂ രജിസ്ട്രേഷൻ വെക്കാം. ഇനി റൗണ്ട് 2ൽ ആർക്കൊക്കെ റിസൈൻ ചെയ്ത ആൾക്കാർക്ക് പറ്റാം. റിസൈൻ ചെയ്തില്ലേ 10,000 രൂപ കളഞ്ഞിട്ട് അല്ലെങ്കിൽ 5,000 രൂപ കളഞ്ഞിട്ട് റിസൈൻ ചെയ്ത ആൾക്കാർക്ക് പങ്കെടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് റൗണ്ട് 2ൽ ജോയിൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാം. ഈ രണ്ടാൾക്കാർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അപ്ഗ്രഡേഷൻ ചെയ്ത ആൾക്കാർക്ക്, റിസൈൻ ചെയ്ത ആൾക്കാർക്ക് റൗണ്ട് 3ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഒരു സംശയമില്ല ഇതിനകത്ത്, ഒരു കുഴപ്പമില്ല. സാധനത്തിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി റൗണ്ട് 3ന്റെ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാ? വീണ്ടും 2 പോസിബിലിറ്റി ആണ്. ഒന്ന്, നോ സീറ്റ് കിട്ടിയില്ല, റൗണ്ട് 3ൽ സീറ്റ് ഇല്ല. റൗണ്ട് 3ൽ സീറ്റ് ഇല്ലെങ്കിൽ ഈ കുട്ടി ഈസ് എലിജിബിൾ ഫോർ റൗണ്ട് 4ന് വേണ്ടിയിട്ട് എലിജിബിൾ ആവും. റൗണ്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രേ വേക്കൻസിയിലേക്ക് ഈ കുട്ടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാര്യം. ഇനി ഇവിടെ ഈ കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കണേ, ഈ റിസൈൻ ചെയ്ത കുട്ടീനെ സംബന്ധിച്ചിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. റിസൈൻ ചെയ്ത കുട്ടിക്ക് റൗണ്ട് 3ൽ പങ്കെടുക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? സെക്യൂരിറ്റി എമൗണ്ട് വീണ്ടും കെട്ടണം. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വീണ്ടും അടയ്ക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പങ്കെടുത്തത്. സീറ്റ് കിട്ടിയില്ല, സ്ട്രേ വേക്കൻസിയിലേക്ക് ആ കുട്ടി പോയി. ഇനി ഈ കുട്ടിക്ക് സീറ്റ് കിട്ടി, റൗണ്ട് 3ൽ സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസാണ് ഉള്ളത് അല്ലേ? സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ക്യാൻ ചൂസ് നോ അഡ്മിഷൻ. അഡ്മിഷൻ ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അഡ്മിഷൻ നമ്മൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എമൗണ്ട് പോയി, സെക്യൂരിറ്റി എമൗണ്ട് പോയി. സെക്യൂരിറ്റി എമൗണ്ട് ലോസ്റ്റ് ആണ്. സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണോ അത് ലോസ്റ്റ് ആയി. 5,000 എങ്കിൽ 5,000, 10,000 എങ്കിൽ 10,000, അത് നമ്മുടേത് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നോ സ്ട്രേ വേക്കൻസി. പിന്നെ സ്ട്രേ വേക്കൻസിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതായത് ഇതോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ അലോട്ട്മെന്റ് തീർന്നു. എൻഡ് ഓഫ് അലോട്ട്മെന്റ് തീർന്നു എന്നാണ് അർത്ഥം. പിന്നെ ഈ കുട്ടിക്ക് എന്തില്ല? ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റ് ഇല്ല. പക്ഷെ കേരളത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് ഓൾ ഇന്ത്യ റൗണ്ട് 3 ആണ് നടക്കുന്നത്. ഓൾ ഇന്ത്യ റൗണ്ട് 3 കഴിഞ്ഞിട്ട് കേരള 3 വരാനുണ്ട്. ഇതിനും കിട്ടിയില്ലെങ്കിൽ കേരള 4 വരാനുണ്ട്. ഇതിലൊക്കെ കുട്ടിക്ക് കിട്ടാം. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൾ ഇന്ത്യയിൽ ഇനി കുട്ടിക്ക് അവസരമില്ല. റൗണ്ട് 3ൽ സീറ്റ് കിട്ടി, അഡ്മിഷൻ എടുത്തില്ല, പരിപാടി കഴിഞ്ഞു. നമ്മളെ പൈസയും പോയി, നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പറയാനുള്ള ഒരു കാര്യം. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോ. ആ ഒരു ഭാഗം മാത്രം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് തരാം. എനിക്ക് ഒരു മടിയില്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുതരാം. ഇനി ഈ കുട്ടി ഇവിടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ഈ റൗണ്ട് 3ൽ ഒരു സീറ്റ് കിട്ടി, ആ കുട്ടി എന്ത് ചെയ്തു? അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ ഡൺ. അഡ്മിഷൻ എന്ത് ചെയ്തു? അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്താൽ, നിങ്ങൾ ആലോചിക്കണേ, അഡ്മിഷൻ എടുത്താൽ ദിസ് ഈസ് ദ പെർമനന്റ് കോളേജ്. പിന്നെ ഒരു മാറ്റവും ഇല്ല. പെർമനന്റ് കോളേജാണ്. വേറെ ഒരു സ്ഥലത്തേക്കും പോകാൻ വേണ്ടി പറ്റില്ല. രാജിവെക്കാനോ വേറെ എവിടെയെങ്കിലും പോകാനോ വേറെ സാധനമൊന്നുമില്ല. ഇത് പെർമനന്റ് ആണ്. ഈ കോളേജിൽ നമ്മൾ പോയി പഠിക്കണം. അത് ഏത് കോളേജാണെങ്കിലും നമ്മൾ അവിടെ പോയി പഠിക്കണം. കേരളത്തിലേക്ക് വരാനോ ഒന്നും പറ്റില്ല. ദാറ്റ് ഈസ് അവർ കോളേജ്. വി ആർ ജോയിനിങ് ദെയർ ആൻഡ് വി ആർ സ്റ്റഡിങ് ദെയർ. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഇപ്പൊ ഇത് മനസ്സിലായോ? സോ ഇവിടെ പ്രോസ്പെക്ടസിനകത്ത് വളരെ വൃത്തിയായിട്ട് റൗണ്ട് 3 കൊടുക്കുന്നുണ്ട്. റൗണ്ട് 3 നോക്കുമ്പോൾ ഫ്രഷ് രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം. റൗണ്ട് 3ൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എലിജിബിൾ ഫോർ സ്ട്രേ വേക്കൻസി റൗണ്ട്. കാണാലോ അല്ലെ? എലിജിബിൾ ഫോർ സ്ട്രേ വേക്കൻസി റൗണ്ട്. ഇനി സീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് സീറ്റ് അലോട്ടഡ് ഡസ് നോട്ട് ജോയിൻ. സീറ്റ് കിട്ടി, ജോയിൻ ചെയ്തില്ല. എക്സിറ്റ് വിത്ത് ഫോർഫീറ്റ് ആൻഡ് എലിമിനേഷൻ. കഴിഞ്ഞു, എലിമിനേറ്റ് ആയി. നമ്മൾ പിന്നെ മുന്നോട്ട് പോയില്ല. ഇനി ജോയിൻ ചെയ്തു, റിപ്പോർട്ടഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു. റിപ്പോർട്ട് ജോയിൻ ദ അലോട്ടഡ് സീറ്റ്. വൺസ് ജോയിൻ കാൻഡിഡേറ്റ് കനോട്ട് അപ്ഗ്രേഡ് ഓർ റിസൈൻ. പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അടുത്ത റൗണ്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? 4th റൗണ്ട് അലോട്ട്മെന്റ്. അപ്പോൾ 4th റൗണ്ട് അലോട്ട്മെന്റ് വരാണ് കേട്ടോ. ആർക്കാ 4th റൗണ്ട് അലോട്ട്മെന്റ് പറ്റുക? ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഓൾ ഇന്ത്യ കോട്ട 4th റൗണ്ട്. ഈ ഓൾ ഇന്ത്യ കോട്ട 4th റൗണ്ടിന്റെ പേരെന്താ? സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ്. ഇതിനകത്താണ് കുറേ അധികം ആൾക്കാർക്ക് അവിടെ ഇവിടെയൊക്കെ സീറ്റ് കിട്ടാൻ ഏറ്റവും ചാൻസ് കുറവുള്ള ആൾക്കാർക്കൊക്കെ സീറ്റ് വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് എന്ന് പറയുന്ന സാധനം. ഈ ഓൾ ഇന്ത്യ കോട്ട സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിൽ പോവാതെ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നത് 2 കൂട്ടം ആൾക്കാർക്കാണ് ഇവിടെ പറ്റുന്നുണ്ടാവുക. 2 കൂട്ടം ആൾക്കാർക്ക് ഇവിടെ പറ്റും. ആർക്കാ പറ്റുന്നത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ഫ്രഷ് രജിസ്ട്രേഷൻസിന് പറ്റും. അതായത് ഇതുവരെ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് പറ്റും. നോക്കണേ, വളരെ ശ്രദ്ധിച്ചു നോക്കണേ.
ഇവിടെ പറ്റുന്ന ഒരു കൂട്ടം ഏതാണ്? ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് രജിസ്ട്രേഷൻസ്. ഇതുവരെ പറ്റാത്ത ആൾക്കാർക്ക് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 നമ്മൾ പങ്കെടുക്കണം നിർബന്ധം ഉണ്ടാവും? ഒരു നിർബന്ധം ഇല്ല. റൗണ്ട് 3 കഴിഞ്ഞ് റൗണ്ട് 4 പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് തുടങ്ങിയാൽ മതി. രജിസ്റ്റർ ചെയ്തിട്ട് ഫീസ് അടച്ചിട്ട് തുടങ്ങാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നോ അഡ്മിഷൻ ഇൻ, കേൾക്കണേ, നോ അഡ്മിഷൻ അല്ലെങ്കിൽ നോ അഡ്മിഷൻ എന്നല്ല, നോ സീറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നോ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ തെറ്റായി പോവും. നോ സീറ്റ് ഇൻ റൗണ്ട് 3. റൗണ്ട് 3 സീറ്റ് കിട്ടാത്ത ആൾക്കാർക്കും എവിടെ പറ്റും? റൗണ്ട് 4 പറ്റും. റൗണ്ട് 3 സീറ്റ് കിട്ടാത്ത ആൾക്കാർക്ക്. കിട്ടിയ ആൾക്കാർക്ക് പിന്നെ എന്തില്ല? റൗണ്ട് 4 ഇല്ല എന്നുള്ളവർക്ക് കിട്ടാത്ത ഈ രണ്ടേ രണ്ട് ആൾക്കാർക്കാണ് സ്ട്രേ വേക്കൻസിയിൽ പറ്റുള്ളൂ. ഇനി സ്ട്രേ വേക്കൻസി അപ്ലൈ ചെയ്തു. സ്ട്രേ വേക്കൻസി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോ സീറ്റ്, സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയില്ല, അവന് പിന്നെ ഓൾ ഇന്ത്യയിൽ സീറ്റ് ഇല്ല, കഴിഞ്ഞു, എൻഡ് ഓഫ് അലോട്ട്മെന്റ്. എൻഡ് ഓഫ് അലോട്ട്മെന്റ്. പിന്നെ നമ്മൾ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഇല്ലേ, നമ്മളുടെ സെക്യൂരിറ്റി എമൗണ്ട് ഇല്ലേ, ഈ സെക്യൂരിറ്റി എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. നമുക്ക് നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ തിരിച്ചു വരും ആ എമൗണ്ട്. ആ 1000 രൂപ പോവും, അല്ലെങ്കിൽ 500 രൂപ പോവും, 5000 10,000 നമ്മുടെ സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. ഇനി അടുത്തത് വളരെ ക്രൂഷ്യലാണ്. സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഡൺ. അഡ്മിഷൻ ഡൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അഡ്മിഷൻ ഡൺ ആണെങ്കിൽ നമ്മുടെ പെർമനന്റ് കോളേജാണ്. നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല. വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല. ഇനിയുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. സീറ്റ് കിട്ടി, ആൻഡ് നമ്മൾ നോട്ട് ടേക്കൺ അഡ്മിഷൻ കിട്ടിയില്ല, ടേക്കൺ അഡ്മിഷൻ നമ്മൾ എടുത്തില്ലെങ്കിൽ, നോട്ട് ടേക്കൺ അഡ്മിഷൻ ആണെങ്കിൽ നമ്മളെ ഒരു 1 ഇയറിലേക്ക് നീറ്റ് എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യും. അതായത് 2025 നീറ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. നീറ്റ് 2025 നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. നോ നീറ്റ് 2025. അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത കൊല്ലം വേറൊരു നല്ല കോളേജിൽ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു പരിപാടി ഇല്ല. ഇപ്പോൾ 4th റൗണ്ട് അലോട്ട്മെന്റിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സീറ്റിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. സീറ്റ് കിട്ടിയിട്ടും നമ്മൾ പറയാണ് ആ സീറ്റ് എനിക്ക് വേണ്ട, നോ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഡീബാർ. അത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ദ സീറ്റ് അലോട്ടഡ്, സീറ്റ് യെസ് എന്നാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക, പെർമനന്റ് ആയിട്ട് നോക്കുക, ഒരിക്കലും റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കനോട്ട് റിസൈൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസയും പോയി. നെക്സ്റ്റ് ഒരു വർഷത്തേക്ക് നീറ്റ് എക്സാമിനേഷനിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുണ്ടാവും. ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നീറ്റ് 2025 നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുള്ളത്. സോ ഇതാണ് അലോട്ട്മെന്റിന്റെ പ്രോട്ടോകോൾ. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എന്നുള്ള ഒരു സാധനങ്ങൾ വളരെ വളരെ വിശദമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സാധനം പേജ് നമ്പർ 41 കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, പേജ് നമ്പർ 41 ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മിനിമം നിങ്ങൾ വായിച്ചു നോക്കേണ്ട സാധനം അതാ. അതായത് നിങ്ങളൊരു അലോട്ട്മെന്റ് എടുക്കാൻ വേണ്ടി പോണ കുട്ടി അല്ലെങ്കിൽ പേരന്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വായിച്ചു നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇതിനകത്ത് എല്ലാ ഏരിയാസും നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് സംശയം തോന്നുന്ന കുറെ ചോദ്യങ്ങളുണ്ട് അല്ലേ. ഞാനിപ്പോൾ അത് സ്ക്രോൾ ചെയ്തിട്ട് അതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാന്നുള്ള കാര്യം. പേജ് നമ്പർ 41 നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇതായിപ്പോൾ എടുത്തു വെക്കുന്നത്. ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് കാണാം, എന്താ കാണുന്നത്, ആദ്യത്തെ സാധനം ഹൗ ടു യൂസ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോം ഓൺ വെബ്സൈറ്റ്. ഡു ഐ റിക്വയർ എനി ഡോക്യുമെന്റ്, നമ്മൾ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇതിനിടയിൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വാട്ട് ഇൻഫർമേഷൻ ഐ റിക്വയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, നീറ്റിന് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ, നീറ്റ് രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുത്ത കാര്യങ്ങളില്ലേ, സെയിം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് എന്തിന്റെ ബേസിലാണ്? 12th സർട്ടിഫിക്കറ്റ് ആണ്. 12th സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് കൊടുക്കുക. ഓർക്കുക, സെയിം സ്പെല്ലിങ്, സെയിം ഏജ്, സെയിം നമ്പേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇവരിവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നീറ്റ് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ഇല്ലേ, നോക്ക് മക്കളെ ശ്രദ്ധിക്കേ, നീറ്റ് ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് ഇല്ലേ, ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്, അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പേരിലൊക്കെ മിസ്മാച്ച് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവർ പറഞ്ഞിട്ടുള്ളത് നീറ്റ് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നോക്കുക. പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പേജ് നമ്പർ 41 മുതലുള്ള സാധനമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മ വന്ന കാര്യങ്ങൾ. ഇതിനകത്ത് ആ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എസ്പെഷ്യലി റൗണ്ട് 2 ജോയിൻ ചെയ്താൽ പിന്നെ കേരളത്തിലേക്ക് ഒരു മടങ്ങി വരവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. റൗണ്ട് 2 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, റൗണ്ട് 2 ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫീസ് പോകും എന്നുള്ളൊരു കാര്യം, നമുക്ക് സെക്യൂരിറ്റി എമൗണ്ട് പോകും എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് ഓപ്ഷൻ വെക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓപ്ഷൻ വെക്കണം. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യം,
കേരള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോർ അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐ എം പ്ലാനിങ് ഓഫ് സ്റ്റാർട്ടിങ് എ 1-to-1 ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ടൈം റിക്വയറിംഗ് പ്രോസസ്. ഒരുപാട് അധ്വാനമൊക്കെ വേണ്ടിയ കാര്യങ്ങൾ. കാരണം നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്നാൽ തന്നെ ഒരു ദിവസത്തിൽ തന്നെ ഒരു 10, 15, 20 ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഒരു ഇത് തീരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ടോപ്പയിൽ അതിനുള്ള സ്റ്റാഫ് സിസ്റ്റം സാധനങ്ങൾ സംഗതികളൊക്കെ ഒരുക്കി വെക്കാം. നിങ്ങൾ വരാൻ വില്ലിങ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യം താഴെ ഇതിനകത്തേക്ക് പറഞ്ഞു തരൂ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അലോട്ട്മെന്റ് ഫീസ് 1000 രൂപയാണ്. ആൻഡ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ഡീംഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോട്ടൽ അടയ്ക്കേണ്ടത് 2,10,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. 1000 രൂപ അവരെടുക്കും. സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ 2 ലക്ഷം നമുക്ക് റീഫണ്ട് കിട്ടുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ഫീസിന്റെ കൂട്ടത്തിൽ അവർ ചേർക്കുകയോ ചെയ്യുന്നുണ്ടാവും. അതും കൂടി അവസരോചിതമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ ഫർദർ ഹെൽപ്പുകളാണ് വേണ്ടത് താഴെ ചോദിച്ചോളൂ. ഓരോ മാർക്കിനും സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. നമ്മൾ പഴയ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരള റാങ്ക് വരുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറയാണ്. നിങ്ങളുടെ ഈ അലോട്ട്മെന്റ് സമയത്ത് ആരെങ്കിലുമൊക്കെ നീറ്റ് കോച്ചിങ്ങിന് അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം നമ്മൾ ഡോപ്പയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ആൻഡ് അതിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫീസ് നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരാം. എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിലും എന്ത് ചെയ്യാം, നമ്മളുടെ ഓഫീസ് നമ്പറും എൻ്റെ പേഴ്സണൽ നമ്പറും ഷെയർ ചെയ്ത് തരാം. എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ ഓഫീസ് നമ്പർ 9645202200 എന്നുള്ളതാണ്. അഡ്മിഷന് താല്പര്യമുള്ള ആളുകൾ വരിക. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള വാക്ക് മാത്രം നിങ്ങൾക്ക് തരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പേരൻസിനോടും കുട്ടികളോടും ചോദിച്ചാൽ മനസ്സിലാവും. എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 9048292200 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഫ്രീ ആവുന്ന സമയത്ത് ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഈ അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരിട്ട് വരുന്നതായിരിക്കും നന്നാവുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ എത്ര ആളുകൾക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിലേക്ക് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു നടപടികൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നാളെ തന്നെയായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തരാം എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.